നമ്മളെ ടൂ വീലേഴ്സ് മൊത്തത്തിൽ ഇടപെടലും 3G ആയിട്ടുള്ളൊരവസ്ഥയാണ്. എന്നാലും ഈ ഒരു നോ എൻട്രി വെച്ചത് ഒരു കണക്കിന് അപകടങ്ങൾ കുറക്കാൻ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ഹൈവേ പോലെയുള്ള രീതിക്കാണ് നമ്മുടെ പുതിയ കേരളത്തിലെ ബൈപ്പാസ് ഹൈവേ ആക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ ടൂ വീലറും അതേപോലെ തന്നെ ത്രീ വീലറും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. അപകടം കൂടുതലായിട്ട് പെരുകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് വഴി ഓടിച്ചിട്ട് പരിചയമില്ലാത്തവരായിരിക്കും അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ട്രാക്ക് തെറ്റിക്കുമ്പോൾ എല്ലാം സ്പീഡിൽ വരുന്ന കാറ്, അതേപോലെ തന്നെ ബസ്, പിന്നെ ലോങ് റൂട്ട് ലോറികൾ, അതേപോലെ തന്നെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാറുകളാണ്. അതിൻ്റെ ഒന്നും സൗണ്ടും ഉണ്ടാവില്ല, പിന്നെ മറികടക്കുന്നതിന് ഹോണും കാര്യങ്ങളൊന്നും അടിക്കില്ല, പിന്നെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ തീരെ ഉണ്ടാവില്ല. ഞാൻ പിന്നെ കഴിഞ്ഞ ആഴ്ച മുംബൈയിൽ പോയിന്. അപ്പോൾ മുംബൈ പൂനെ ബൈപ്പാസ് എന്ന് പറയേണ്ട എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറിയിന്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഹോണൊക്കെ അടിച്ചിട്ടാണ് അവർ പോകുന്നത്. കാരണം അത്രയും സ്പീഡുള്ള ഒരു ഹൈവേ ആണ്. പെട്ടെന്ന് പൂനെ നിന്ന് മുംബൈയിലേക്ക് എത്താനുള്ള അത്രയും നല്ലൊരു റോഡും കാര്യങ്ങളും. അവിടെയൊക്കെ റോഡുകളാണ്, സർവീസ് റോഡുകളാണെങ്കിൽ തന്നെ എന്നാണ് ഒരു കുഴിയും കുണ്ടുമില്ലാത്ത റോഡുകളാണ്. അവിടെയൊക്കെ പോയാലാണ് ഭാഷ അറിയാണ്ട് ഞാൻ പോയിട്ട് അവിടെ എന്താ പറയണ്ടേ കുറച്ച് പെട്ടുപോയിന്. പക്ഷേ എന്നാൽ അവിടുത്തെ റോഡുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വികസനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയണ്ടേ അവരോടൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നത്, ആ ഭാഗത്തൊക്കെ വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്നത്. ഇനിയിപ്പോൾ നമ്മളെ ടൂ വീലറുകളൊക്കെ ഈ സർവീസ് റോഡിലൂടെയാണ് പോകാൻ ഇവർ പറയുന്നത്. സർവീസ് റോഡിലൂടെ പോവാം, കുഴപ്പമൊന്നുമില്ല. ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ബൈക്ക് സ്കൂട്ടറൊക്കെ സർവീസ് റോഡുകളിലൂടെ പോവാം. പക്ഷേ നമ്മൾ എത്താൻ വൈകുന്നേ ഉള്ളൂ. ബൈപ്പാസ് വഴി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ണൂരിൽ നിന്ന് പിന്നെ കോഴിക്കോടേക്കൊക്കെ പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ കാസർഗോഡൊക്കെ പെട്ടെന്ന് എത്തും. പക്ഷേ ഇനി മുതൽ ആ ഒരു പരിപാടി ഉണ്ടാവില്ല. ഇതെന്തായാലും എക്സ്പ്രസ് ഹൈവേ ആക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ പോകുന്ന ഈ സർവീസ് റോഡുകൾ എന്തുകൊണ്ട് ശരിയാക്കുന്നില്ല? ഇത് ശരിയാക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആ സർവീസ് റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പകുതി മണ്ണും ചരലൊക്കെ നിന്ന് പിന്നെ പെരങ്ങിയിട്ട് അതിൻ്റെ മുകളിലോട്ടിയാണ് നമ്മൾ പിന്നെ എന്താ പറയണ്ടേ പോകേണ്ട അവസ്ഥ. സൈഡാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വണ്ടി ഓണടിച്ചിട്ട് സൈഡാക്കുമ്പോഴത്തേക്ക് നമ്മളവിടെ നിരങ്ങി പോകുന്നൊരവസ്ഥ, പിന്നെ സ്ലാബ് മേലെ കയറിയിട്ട് ഓടിക്കേണ്ട ഒരവസ്ഥ. ഇതൊക്കെ സർവീസ് റോഡുകൾ നല്ല പോലത്തെ സർവീസ് റോഡുകൾ ഉണ്ടാക്കട്ട് എന്നിട്ട് പറയാം. അല്ലാണ്ട് പിന്നെ പറഞ്ഞിട്ട് മോശം സർവീസ് റോഡുകളിലൂടെ പോകുന്നതാണെങ്കിൽ ഈ ബൈക്കും അതേപോലെ തന്നെ ഓട്ടോറിക്ഷയെല്ലാം പോകുന്നതാണെങ്കിൽ ഭയങ്കര ദുരിത യാത്ര തന്നെയായിരിക്കും ഇനി ഉണ്ടാവുക. ഇനി അങ്ങോട്ട് മറ്റുള്ള വണ്ടികൾക്കൊക്കെ സുഖമായിട്ട് പോകുന്നത് നമ്മളെ സർവീസ് റോഡുകൾ മാത്രം മോശം. ഇവർ സർവീസ് റോഡുകൾ എന്തായാലും പിന്നെ ഇതേപോലെ തന്നെ കൊളാക്കേണ്ട മട്ട് തന്നെയായിരിക്കും. നല്ല സർവീസ് റോഡുകൾ ഉണ്ടാക്കട്ട്. ഇനി മൊത്തത്തിൽ ഹൈവേൻ്റെ പണി മൊത്തം കഴിഞ്ഞാൽ സർവീസ് റോഡുകളും അതേപോലെ തന്നെ നീറ്റായിട്ട് തന്നെ ചെയ്യട്ട്.